ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ധ്യാനം ശരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും അവൻ വീണ്ടും ബാക്ക് ടു നോർമൽ. പക്ഷേ ഇപ്പോൾ പഴയതിനേക്കാൾ തടി കുറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ ഫിസിക്ക് ഓൾമോസ്റ്റ് നമ്മൾ തിരയിൽ കാണുന്ന ഒരു 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 ബോഡിയിലേക്ക് എത്തിയിരുന്നു. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതങ്ങനെ കീപ്പ് ചെയ്തൂടെ. ഒന്നും കുഴപ്പമില്ല, ഇനി ഇതുപോലൊരു സിനിമ വരുമ്പോൾ ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഇങ്ങനെ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്താൽ മതിയല്ലോ. ബേസിൽ ധ്യാൻ കോംബോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിയുള്ളത്. ഈ സിനിമയ്ക്കിടയിലും ഇത് തന്നെയായിരുന്നു ഇവരുടെ ഒരു ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഇവർക്കിടയിലുള്ള ഈ കൗണ്ടറുകൾ, ഈ കോംബോ ഭയങ്കര രസമായിരുന്നില്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഫോക്കസ് പുള്ളറെയാണ്. ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശങ്കരൻ എന്ന് വിളിക്കുന്ന ഒരു ഫോക്കസ് പുള്ളറുണ്ട്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പറയും, സാർ ഫോക്കസ് എടുക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറയും. ഇവന്മാർ ഫ്രെയിമിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ചിരിയും കൗണ്ടറുമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പം ഞാൻ പറയും, ഞാൻ റോൾ ക്യാമറ വിളിക്കാം ശങ്കരണ്ണ, എന്നാലേ ഇവന്മാരെല്ലാവരും ഒരു ഡിസിപ്ലിൻഡ് ആവുള്ളൂ, എന്നിട്ട് നിങ്ങൾ ഓട്ടത്തിൽ പിടിച്ചോ എന്ന് പറയും. അപ്പം നമുക്ക് റിഹേഴ്സലോ അല്ലെങ്കിൽ ഷോട്ടിന് മുമ്പ് ഫ്രെയിമിൽ ക്യാരക്ടേഴ്സ് എവിടെയാണെന്നുള്ളത് പല സമയത്തും കാണാൻ പറ്റില്ല. റോൾ ക്യാമറ വിളിച്ചാലേ ഒരു പൊസിഷൻ നിൽക്കുകയുള്ളൂ. അതുപോലെ ആ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രം അനുസരണയുള്ള കുറേ ആൾക്കാരാണ് ഇവർ. എപ്പോഴും ധ്യാൻ ശ്രീനിവാസ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പം നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ധ്യാൻ്റെ ഒരു ജെന്യൂനിറ്റിയാണ്, ധ്യാൻ എല്ലാം തുറന്നു പറയുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിലുള്ളവരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ധ്യാൻ ചിലരെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നടത്തുന്നത്, പ്രണവിൻ്റെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയാണ്. അത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അത് മറ്റൊരാൾക്ക് വ്യക്തിപരമായി ഒരു മോശമുണ്ടാകുന്നു, വ്യക്തിപരമായി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിലൊക്കെ ചിന്തിക്കുകയോ എപ്പോഴെങ്കിലും ധ്യാനിനോട് പറയുകയോ ചെയ്തിട്ടുണ്ടോ വിനീതേട്ടൻ? പക്ഷേ അവൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ ഒരു സാധനമുണ്ട്. അവൻ സ്നേഹത്തോടു കൂടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ അതാണ് അതിൽ കാണേണ്ടത്. അവൻ പറഞ്ഞതിൽ എനിക്കൊരു ഒരു തെറ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനും ഇങ്ങനൊരു സാധനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പടച്ചോനെ ആദ്യം തലേ കൈവയ്ക്കിയത്. പക്ഷെ പിന്നെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അപ്പുവിനോട് ഭയങ്കര സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടു കൂടിയിട്ടാണ് അവനത് പറഞ്ഞത്. അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരിക്കും, ഹാപ്പി ആയിരിക്കും. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ധ്യാനം ഈ ഡയറ്റും കൺട്രോൾ എല്ലാം ആയതുകൊണ്ട് റൂമിലായിരിക്കും പോയിരിക്കണത്. കാരണം ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും. പക്ഷെ അപ്പു ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചിരിച്ച് സംസാരിക്കുമ്പം അപ്പു ആദ്യം ചോദിക്കും എവിടെ ധ്യാനം എന്ന് ചോദിക്കും. അപ്പോൾ ആ റൂമിലായിരിക്കും കിടന്ന് പറയും ഇപ്പോൾ ഉറങ്ങണോ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം അപ്പു കോളിംഗ് ബെല്ല് അടിച്ചാൽ നേരെ ധ്യാനം വന്നിട്ട് അപ്പൂടെ കൂടെ ഇരുന്നിട്ടേ പോകത്തുള്ളൂ. വേറെ ആരും വിളിച്ചില്ലല്ലോ, നാളെ കാണാൻ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അത്രയ്ക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും സ്നേഹവും ഉണ്ട് അവർ തമ്മിൽ. കഴിഞ്ഞ ആഴ്ച അപ്പു വന്ന് സിനിമ കണ്ടിട്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുറേ പേര് ഇരുന്നിട്ട് കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ധ്യാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് അപ്പുവിൻ്റെ ഫസ്റ്റ് കമൻറ്റ്, അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞു. അവൻ ഫസ്റ്റ് പറഞ്ഞത് ധ്യാനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. അത് ഓൺ സ്ക്രീൻ അത് കാണുമ്പോൾ പല സമയത്തും നമുക്കത് ഭയങ്കര ഒരു ഹാർട്ട്, എന്താ പറയുക, ഉള്ളിൽ നിറയുന്നൊരു ഒരു കാഴ്ചയായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛന്മാരെ നമ്മൾ ഫ്രെയിമിൽ അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എവിടേക്കോ അവരുടെ റിസംബ്ലൻസ് ഇവർക്കുണ്ട്. ഇതിനെ എപ്പോഴും ആൾക്കാർ വെളിയിൽ നിന്ന് കാണുന്ന പോലെ ഒരു നെപ്പോട്ടിസം ആംഗിൾ അല്ലാതെ കണ്ട ഇതിനൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള തലമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളത് മോണിറ്ററിൽ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലാണ്.